പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് അല്ലെങ്കിൽ WWE ഷോസ് നെറ്റ്ഫ്ലിക്സിലേക്ക് മാറിയതിന് ശേഷമുള്ള ആദ്യ ബ്ലൂ ബ്രാൻഡിൻ്റെ എപ്പിസോഡാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നെറ്റ്ഫ്ലിക്സും ടിവിയിലും തമ്മിലുള്ള വലിയ വ്യത്യാസം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്തത് മത്സരങ്ങൾക്കിടയിൽ കൊമേഴ്ഷ്യൽ ബ്രേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ കാണുമ്പോൾ അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. മത്സരങ്ങൾക്കിടയിലുള്ള ബ്രേക്ക് അവർ ഇടുന്നില്ല. മത്സരത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ലഭിക്കുന്നുണ്ട്. അത് ടി വിയിൽ നിന്നുള്ള വലിയ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മത്സരം നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ടി വിയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ക്വാളിറ്റിയിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഫീൽ ചെയ്തു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾ ലൈവ് കണ്ടോ, അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫ്യൂം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചും വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ലിവ് മോർഗൻ, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന റസൽമീനിയ 41ലേക്കുള്ള നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന വുമൻസ് ടാഗ് ടീം ഡിവിഷനിൽ നിന്നുള്ള ഒരു ഗോട്ട്ലെറ്റ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. റോ ബ്രാൻഡിൽ നിന്ന് സ്മാക്ഡൗൺ ബ്രാൻഡിൽ നിന്നും 6 വുമൺ ടാഗ് ടീമാണ് ഈ ഒരു ഗോട്ട്ലെറ്റ് നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആ മത്സരം ഒഫീഷ്യലി അടുത്ത സ്മാക്ഡൗണിൽ നടക്കുമെന്നും കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരം റേ ഫിനിക്സ് എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറും അതുപോലെ തന്നെ ബെർട്ടോ എന്ന് പറയുന്ന ലെഗഡോ ഡെൽ ഫാന്റാസ്മയിലെ മെമ്പറും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് റേ ഫിനിക്സിൻ്റെ WWE വേണ്ടിയിട്ടുള്ള ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചത്. റേ ഫിനിക്സ് വേഴ്സസ് NXT ടാഗ് ടീം ചാമ്പ്യനായ നെതൻ ഫ്രേസർ തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതികിടിലമായിട്ടുള്ള പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. നെതൻ ഫ്രേസറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റേ ഫിനിക്സ് ഡെബ്യൂ മത്സരത്തിൽ വിജയിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷമുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ലെഗഡോ ഡെൽ ഫാന്റാസ്മ എന്ന് പറയുന്ന ടീമിൻ്റെ ലീഡറായ സാന്റോസ് എസ്കോബാർ ആണ് ബെർട്ടോ എന്ന് പറയുന്ന റെസ്ലറിനെ റേ ഫിനിക്സിനെതിരെയുള്ള മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അടുത്ത സ്മാക്ഡൗണിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. മിക്കവാറും റസൽമീനിയ 41 ഇരുവരുടെ മത്സരം, ഇവർ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗണിലൂടെ ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെട്ടേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ റസൽമീനിയ 41 പുതുതായി വന്നിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചും അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന മത്സരം ക്യാൻസൽ ചെയ്തതിനെ സംബന്ധിച്ചുമാണ്. പുതുതായി വന്ന മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജേഡ് കാർഗിൽ വേഴ്സസ് നയോമി തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നയോമി വേഴ്സസ് B5 തമ്മിലുള്ള ഒരു മത്സരം നടക്കുമെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിച്ചിരുന്നു. ആദ്യം B5 റിങ്ങിലേക്ക് വരുന്നു, പിന്നാലെ നയോമി മത്സരത്തിന് വേണ്ടി റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജേഡ് കാർഗിൽ പിറകിലൂടെ ആക്രമിക്കുന്നുണ്ട്. പിന്നീട് സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ജേഡ് കാർഗിലിനെ പിടിച്ചു മാറ്റുന്നത്. പിന്നീട് റിങ്ങിലേക്ക് കയറി B5-നെതിരെയുള്ള മത്സരം നയോമി ആരംഭിച്ചു. ആദ്യം B5 1-2 സ്ട്രൈക്ക് കൊടുത്തു മത്സരത്തിൽ വലിയ നിയന്ത്രണം കൈ നോക്കിയെന്നുണ്ടെങ്കിലും നയോമി തിരിച്ചടിച്ചുകൊണ്ട് ഫിനിഷർ ഉപയോഗിച്ചുകൊണ്ട് താരത്തെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം മൈക്കെടുത്തുകൊണ്ട് നീ എവിടെയാണ് ജേഡ് കാർഗിൽ എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ ഉടനെ തന്നെ പിറകിലൂടെ വന്ന് ജേഡ് കാർഗിൽ പിന്നെയും ആക്രമിക്കുന്നു. പിന്നെയും സെക്യൂരിറ്റീസ് വന്നിട്ട് ജേഡ് കാർഗിലിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതിൽ സെക്യൂരിറ്റീസിനൊക്കെ അടിച്ചിട്ട സമയത്ത് നയോമി റിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് എൻട്രൻസ് സ്റ്റേജിൽ വന്നു നിന്ന സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ആണ് റസൽമീനിയ 41 ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള സിംഗിൾസ് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നത്. റസൽമീനിയ 41 പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള മത്സരം നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റ് വേഴ്സസ് പുതിയ നമ്പർ 1 കണ്ടൻഡറായ ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ഈ US ടൈറ്റിലിൻ്റെ സ്റ്റോറി അതികിടിലമായിട്ട് അവർ ഇന്നത്തെ സ്മാക്ഡൗണിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി ആണെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റുകൾ റസൽമീനിയ 41 പ്രതീക്ഷിക്കാം. അതായത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ LA നൈറ്റ് വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് ആദ്യം കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ സോളോ സിക്കോവയുടെ ഒരു ഡിസ്ട്രാക്ഷൻ അത് ഉപയോഗപ്പെടുത്താൻ ടാമ ടോങ്ക ശ്രമിച്ചു എന്നുണ്ടെങ്കിലും അതിൽ LA നൈറ്റിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. അവിടെ ടാമ ടോങ്കയെ LA നൈറ്റ് പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരം ഒരു നമ്പർ 1 കണ്ടറായിട്ടാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. വിജയിക്കുന്ന റെസ്ലറിന് LA നൈറ്റിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ റസൽമീനിയ 41 ചലഞ്ച് ചെയ്യാം. ബ്രോൺ സ്ട്രോമൻ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഈ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരം അതികിടിലമായിരുന്നു.
കാണികളുടെ ഇടയിലേക്കൊക്കെ പോയി അവിടെ ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റ് കാണാൻ സാധിച്ചു. ബാരിക്കേഡ് ബ്രേക്ക് ചെയ്യുന്ന മൊമെൻറ്റ്, റിങ്ങിൽ ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്, അതൊക്കെ കാണിച്ചിട്ടാണ് മത്സരം അവസാനിക്കുന്നത്. ജേക്കബ് ഫാറ്റു ആണ് ആ ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ വിജയിക്കുന്നത്. അങ്ങനെയാണ് ജേക്കബ് ഫാറ്റു പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നത്. ഇനി റസൽമീനിയ 41 ഈ US ടൈറ്റിൽ മത്സരം നടക്കുമ്പോൾ സോളോ സിക്കോവയുടെ ഒരു ഇടപെടലും തുടർന്ന് ജേക്കബ് ഫാറ്റു പരാജയപ്പെടുന്ന രീതിയിലേക്കും ഈ മൊമെൻറ്റ്സ് കൊണ്ടുപോയേക്കാം. അവിടെ നിന്നായിരിക്കും ജേക്കബ് ഫാറ്റും സോളോ സിക്കോവയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ബിൽഡുമായി ആരംഭിക്കുന്നത്. റസൽമീനിയ 41 ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന റാൻഡി ഓർട്ടൺ വേഴ്സസ് കെവിൻ ഓവൻസ് തമ്മിലുള്ള മത്സരം ഔദ്യോഗികമായി ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. കെവിൻ ഓവൻസിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റിയതിനെ തുടർന്ന് സർജറിക്ക് വിധേയനാകേണ്ടത് ഉള്ളതുകൊണ്ടുമാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നിന്ന് വിഡ്രോയിൽ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് കെവിൻ ഓവൻസ് വളരെ ഇമോഷണലായിട്ട് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിന് എന്ന് നടത്താൻ സാധിക്കുമെന്നുള്ളത് അറിയില്ല എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നുണ്ട്. ഈ ഒരു അവസരം തനിക്ക് നൽകിയതിന് WWE കാണികളോടും നന്ദി പറഞ്ഞിട്ടാണ് കെവിൻ ഓവൻസ് റിംഗ് വിട്ടു പോകുന്നത്. അതേസമയം റാൻഡി ഓർട്ടനും റിങ്ങിലേക്ക് വരുന്നുണ്ട്. റാൻഡി ഓർട്ടൻ്റെ റസൽമീനിയ 41 പ്ലാൻ എന്ത് എന്നുള്ളത് തനിക്കറിയില്ല എന്നുള്ളത് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസ് പറയുന്നു. ഇത് ഇഷ്ടപ്പെടാതെ വന്ന തനിക്ക് ലഭിക്കേണ്ട മത്സരം ഇല്ലാതെ ആയ ആ ഒരു സിറ്റുവേഷനിൽ നിക്ക് ഓൾഡിസിനെ ആർക്കിയോ ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കുന്നുണ്ട്. റാൻഡി ഓർട്ടന് റസൽമീനിയ 41 മത്സരം ഉണ്ടായേക്കും. എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ സംശയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറച്ച് പേരുണ്ട്, അത് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളത്, അടുത്ത ഒരു മത്സരം അവരുടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ DIY എന്ന് പറയുന്ന ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് തമ്മിലുള്ള മത്സരം എന്ന് നടക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ കിടിലമായിട്ടുള്ള ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം വൈകാതെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. റസൽമീനിയ 41 ഈ ഒരു സ്റ്റോറി പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. സ്മാക്ഡൗണിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, വുമൺസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും താരത്തിൻ്റെ റസൽമീനിയ 41 എതിരാളിയുമായ ഷാർലറ്റ് ഫ്ലെയറും തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണോ ഇവർ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നും ഈ സെഗ്മെൻറ്റിൽ ഇവർക്ക് പറയാൻ സാധിച്ചില്ല. കാരണം ഷാർലറ്റ് പറയാൻ തുടങ്ങുന്ന സമയത്ത് കാണികൾ കൂവിയിരുന്നു. തുടക്കത്തിൽ ഷാർലറ്റ് 1-2 വാചകങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുണ്ടെങ്കിലും പിന്നീട് മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു കൂവലായിരുന്നു ചിക്കാഗോ കാണികളുടെ ഭാഗത്തു നിന്ന് ഷാർലറ്റിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി ആ സെഗ്മെൻറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം. ഷാർലറ്റിൻ്റെ ആ ഡിവോഴ്സ് ആയതിനെ സംബന്ധിച്ചുള്ള റിയൽ ലൈഫിലെ ഇൻസിഡൻറ്റ് ടിഫനി പറയുന്നുണ്ട്. കൂടാതെ ഷാർലറ്റ് റിക് ഫ്ലെയറിൻ്റെ റെക്കോർഡ് വെട്ടിക്കാൻ പോകുന്ന സാധ്യതകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നെപ്പോ കിഡ് എന്നുള്ളത് ഷാർലറ്റിനെ ടിഫനി സ്ട്രാറ്റൻ വിളിക്കുന്നുണ്ട്. ടിഫനിയുടെ ബോയ് ഫ്രണ്ട് റോ ബ്രാൻഡിലെ താരമായ ലുഡ്വിഗ് കൈസർ ഷാർലറ്റിൻ്റെ DMൽ പോയിട്ട് മെസ്സേജ് അയക്കുന്നതിനെ സംബന്ധിച്ചും കളിയാക്കിക്കൊണ്ട് ഷാർലറ്റ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് ആ സെഗ്മെൻറ്റ് പെട്ടെന്ന് അവർ അവസാനിപ്പിക്കുന്നതാണ് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അതൊന്നും പറയാൻ പറ്റാതെ സെഗ്മെൻറ്റ് കൈവിട്ടു പോകുന്നതും കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, സ്മാക്ഡൗണിലെ ഏറ്റവും വലിയൊരു ടോക്കിംഗ് പോയിൻ്റായ CM പങ്കിൻ്റെ ഫേവർ എന്താണെന്നുള്ളത് CM പങ്ക് വെളിപ്പെടുത്തിയതിനെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് CM പങ്കിൻ്റെ സ്വന്തം ഹോം ടൗൺ കാണികളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. CM പങ്ക് വന്നിട്ട് റസൽമീനിയ 41 മെയിൻ ഇവൻറ്റ് ചെയ്യാൻ പോകുന്ന റെസ്ലറാണ് താൻ എന്നുള്ളത് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് പോൾ ഹേമൻ കയറി വരുന്നു. പോൾ ഹേമൻ തൻ്റെ ഫേവർ എന്താണ് എന്നുള്ളത് CM പങ്കിനോട് പോൾ ഹേമൻ ചോദിക്കുന്നു. അതിനുള്ളൊരു ഉത്തരം താൻ നൽകാമെന്നുള്ളതും CM പങ്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് പറയണം, റോമൻ റെയിൻസിന് വരുന്നതിന് മുൻപ് പറയണം എന്നുള്ളത്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ മുഖത്ത് നോക്കി ഞാനത് വെളിപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ സെഗ്മെൻറ്റ് അവിടെ വെച്ച് പങ്ക് അവസാനിപ്പിക്കുന്നു. പിന്നീട് മെയിൻ ഇവൻറ്റിലെ ആ ഫേവർ എന്താണെന്ന് പങ്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം റോമൻ റെയിൻസും പോൾ ഹേമനും റിങ്ങിലേക്ക് വരുന്നുണ്ട്. തുടക്കത്തിലെ പോൾ ഹേമനെ റോമൻ റെയിൻസ് അവോയ്ഡ് ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. പിന്നീട് റോമൻ റെയിൻസ് CM പങ്കിൻ്റെ ആ ഒരു ഫേവർ എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് സെത്ത് വരുന്നു. സെത്ത് റോമൻ പങ്കുമായിട്ട് ടീം ആയതിനെ സംബന്ധിച്ചും പങ്കിൻ്റെ നിലവിലെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് പങ്ക് വരുന്നു. പങ്ക് വന്നിട്ട് ആ ഒരു ഫേവർ എന്താണെന്ന് പറയുന്നു. ആ ഫേവർ മറ്റൊന്നുമല്ല, റസൽമീനിയ 41 ട്രിപ്പിൾ ത്രെറ്റ് മെയിൻ ഇവൻ്റ് മത്സരത്തിൽ ആദ്യ ദിവസത്തിൽ CM പങ്കിൻ്റെ കൂടെയായിരിക്കും പോൾ ഹേമൻ നിൽക്കേണ്ടത്. റോമൻ റെയിൻസിൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ളത് CM പങ്ക് പറയുന്നു. എന്നാൽ അത് തനിക്ക് സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ളത് റോമൻ പറയുന്നു. പോൾ ഹേമനോട് പറ്റില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ പോൾ ഹേമൻ അത്
CM Punk മുഖത്ത് നോക്കി തനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പോൾ ഹേമനും പറയുന്നു. അപ്പോൾ പോൾ ഹേമൻ്റെ നേർക്ക് തിരിഞ്ഞ റോമൻ റെയിൻസിനെ പിന്നീട് GTS കൊടുത്തുകൊണ്ടാണ് CM Punk ആക്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റസൽമീനിയ 41 കോർണറിൽ പോൾ ഹേമൻ കൂടി ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു സഹായമാണ് പോൾ ഹേമൻ തനിക്ക് മുന്നിലേക്ക് വെച്ച ഒരു സഹായം എന്നുള്ളത് CM Punk വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതാണ് താൻ പോൾ ഹേമനോട് ചോദിക്കുന്ന സഹായം എന്നുള്ളതാണ് സ്മാക്ഡൗണിലൂടെ ഇന്നത്തെ മെയിൻ ഇവൻറ്റിൽ CM Punk വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് കാണിച്ചിട്ടാണ് അവർ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും മാനസികമായിട്ടും CM Punk റോമൻ റെയിൻസിൻ്റെ മേൽ ആധിപത്യം നേടുന്നുണ്ട്. ഈ 2 പേര് തല്ലിടുന്ന സമയത്ത് അത് കണ്ട് ചിരിച്ച് ഈ സിറ്റുവേഷൻ ആസ്വദിക്കുന്നത് സെത്താണ്. എന്തായാലും ഈ 3 പേരുടെ ക്യാരക്ടറും ഈ സ്റ്റോറിക്ക് വേണ്ടി അവർ കഴിഞ്ഞ 2 എപ്പിസോഡ്സായിട്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു സ്റ്റോറിയുടെ ബിൽഡപ്പ് ആരംഭിച്ച് ഇതുവരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.